തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ചുള്ള ജൈവ നെൽകൃഷിയുടെ ഞാറുനടിയിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ഉത്സവനാളുകളിൽ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും സദ്യയൊരുക്കുന്നതിനായി ഭക്ഷണശാലയിലേക്കുള്ള അരി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സംഘാടക സമിതി നെൽകൃഷി ഒരുക്കിയിരിക്കുന്നത്. തൃക്കരിപ്പൂർ മുച്ചിലോട്ട് കഴകത്തിന്റെ കീഴിലുള്ള 1 ഏക്കർ ഭൂമിയിലാണ് ഞാറുനടിയിൽ നടത്തിയത്. കഴകത്തിലെയും ഉപക്ഷേത്രങ്ങളായ ഒളവറമുണ്ട്യ, കൂലേരിമുണ്ട്യ, പേക്കടം കുറുവാപ്പള്ളിയറ, തടിയൻകോവിലുമുണ്ട്യ, പടന്നമുണ്ട്യ എന്നിവിടങ്ങളിലെ വനിതാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ഞാറുനടിയിൽ ചടങ്ങിൽ പങ്കാളികളായി. ഇവിടെ ഇന്ന് നെൽകൃഷി ചെയ്യുന്നത് ചിറ്റേരി എന്ന പരമ്പരാഗത നെല്ലിനമാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. അത് കൊടക്കാട് കദളി വനത്തിലുള്ള ശ്രീ രവീന്ദ്രൻ കൊടക്കാടിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഞാറ്റടി ഇവിടെ എത്തിച്ചിട്ടാണ് ഇവിടെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഇവിടെ കൃഷി ആരംഭിച്ചിട്ടുള്ളത്. കഴകത്തിൻ്റെ വിവിധ ഉപക്ഷേത്രങ്ങളിൽ ഇതോടൊപ്പം നൽകുന്ന വാഴക്കൃഷിക്ക് നമ്മുടെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ ആവശ്യമായ പിന്തുണ നൽകി വരുന്നുണ്ട്. 90 മുതൽ 95 ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ചിറ്റേനിയുടെ ഞാറുകളാണ് ഇവിടെ നട്ടത്. കൊടക്കാട് കദളി വനത്തിൽ നിന്നാണ് ഞാറ്റടികൾ തയ്യാറാക്കിയത്. പെരുങ്കളിയാട്ട ജൈവകൃഷി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൃഷിയുടെ നടത്തിപ്പ്. വലിയൊരു ഉത്സവമായിട്ടാണ് ഈ നടിയൽക്കപ്പം നടന്നത്. നമുക്ക് എന്തായാലും ഫെബ്രുവരി 15-നുള്ളിൽ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത്. അതിനനുസരിച്ച് നമുക്ക് കളിയാട്ടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള നെല്ല് കർമ്മങ്ങളും ബാക്കി കാര്യങ്ങളും ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അരിയും നെല്ലുമായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. മുച്ചിലോട്ട് ക്ഷേത്രത്തിന് സമീപം കുഞ്ഞിക്കണ്ണൻ കാരണവരിൽ നിന്നും സംഘാടക സമിതി ചെയർമാൻ KV ഗംഗാധരൻ, കഴകം പ്രസിഡന്റ് VV രാഘവൻ എന്നിവർ ചേർന്ന് ഞാറുകറ്റകൾ ഏറ്റുവാങ്ങി. സംഘാടക സമിതി ജനറൽ കൺവീനർ കണ്ണൻ മാസ്റ്റർ, K രവീന്ദ്രൻ കൊടക്കാട്, മാമുനി സുരേഷ്, സരിജ, അനിൽകുമാർ MK, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, റിട്ടയർഡ് ഫാം സൂപ്രണ്ട് PV സുരേന്ദ്രൻ, പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ, വലിയപറമ്പ കൃഷി ഓഫീസർ V ശിവകുമാർ, കൃഷിഭവൻ ആദരം ഏറ്റുവാങ്ങിയ കർഷകർ തുടങ്ങിയവർ നടിയിൽ ചടങ്ങിൽ സന്നിഹിതരായി. 25 വർഷങ്ങൾക്ക് ശേഷമാണ് രാമവില്യം കഴകത്തിൽ 2025 മാർച്ച് 5 മുതൽ 12 വരെ പെരുങ്കളിയാട്ടം അരങ്ങേറുന്നത്.